And finally, iOS 26.3-ന്റെ പുതിയ ബേറ്റ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബേറ്റ വന്നിരിക്കുന്നത് ഏകദേശം 1.96 GB എൻ്റെ ഐഫോൺ 11 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവിഷനും അത്യാവശ്യം നല്ല ഹ്യൂജ് സൈസ് ആയിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ ആപ്പിൾ കുറേയധികം പുതിയ ബേറ്റാസും റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വാച്ചിന് പുതിയ ബേറ്റ റിലീസ് ചെയ്യുന്നുണ്ട്. മാക്, TV അങ്ങനെ എല്ലാ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിനും ബേറ്റാസ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് iOSനെ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും കോൺടാക്ട്സും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, പക്ഷേ നമുക്ക് വലിയ കാര്യം തന്നെയാണ്. സോ ദിസ് ഈസ് യുവർ ബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഒന്നാമത്തെ ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പറിന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ സെറ്റിങ്സിലേക്ക് പോകാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ്വെയർ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 26.3 23D5114D എന്ന്. ഈ ഒരു അപ്ഡേറ്റിലും നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ബിൽ നമ്പർ ഡിയിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു BO AO ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ അപ്ഡേറ്റ് ബേറ്റ 2-ലും കറക്റ്റ് ബിൽ നമ്പർ D ആയിരുന്നു. ഈ ഒരു അപ്ഡേറ്റും D ആണ്. മേ ബി അടുത്ത അപ്ഡേറ്റ് ഒന്നെങ്കിൽ ബേറ്റ 4 ആയിരിക്കും, അതിൽ ബിൽ നമ്പർ Aയും, അല്ലെങ്കിൽ വേറെ ചാൻസ് ഉള്ളത് RC റിലീസ് ഡയറക്റ്റിലേക്ക് നമുക്ക് ലഭിക്കാനും ചാൻസ് ഉണ്ട്. ഇതാണ് ബിൽ നമ്പറിൽ വന്ന ചെറിയ മാറ്റം എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്ക് പുതിയ മോഡേൺ ഫേംവെയർ യാതൊന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബേറ്റ 2-ൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ കണക്ടിവിറ്റി, ആ ഒരു സെയിം കണക്ടിവിറ്റിയും ബാക്കി പെർഫോമൻസും ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റിലും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്ത് വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ആപ്പിൾ മ്യൂസിക് കുറച്ചും കൂടെ സ്മൂത്ത് ആയ പോലെ കുറേ പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഈ ഒരു ഹോം ബാർ എടുത്തു, ഈ പറഞ്ഞ നൗ പ്ലേയിങ് ബാർ കുറച്ചും കൂടെ സ്മൂത്ത് ആയ പോലെയാണ് കുറേയധികം പേരുടെ റിപ്പോർട്ട് നമുക്ക് തരുന്നത്. കാരണം കഴിഞ്ഞ അപ്ഡേറ്റിലെല്ലാം ആപ്പിൾ മ്യൂസിക് അത്യാവശ്യം നല്ല രീതിക്ക് ക്ലട്ടറിങ് ആയിരുന്നു എന്ന് കുറേയധികം റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം സ്മൂത്ത് ആയിട്ടും നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണ് ആപ്പിൾ മ്യൂസിക് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ ചില സെലക്റ്റഡ് കാരിയേഴ്സിന് ലിമിറ്റ് പ്രിസൈസ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ആപ്പിൾ ഇപ്പോൾ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ കാരിയർ എയർടെലാണ്. ഇതേപോലെ മൾട്ടിപ്പിൾ കാരിയേഴ്സ് ചില സെലക്റ്റഡ് പ്രിസിഷൻ ലൊക്കേഷൻ നമ്മുടെ ഡിവൈസിന് ആക്സസ് ചെയ്യും. അത് തടയാനും അതോടൊപ്പം അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യാനുള്ള ഒരു പുതിയ ഓപ്ഷനാണ് ആപ്പിൾ ഇപ്പോൾ റോൾ ഔട്ട് ചെയ്യുന്നത്. അത് എല്ലാ കാരിയേഴ്സിനുള്ള ചില സെലക്റ്റഡ് കൺട്രീസിൽ ചില സെലക്റ്റഡ് ആയ കാരിയേഴ്സിന് മാത്രമാണ് ആ ഒരു ഓപ്ഷൻ ആപ്പിൾ ഇപ്പോൾ റോൾ ഔട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റിൽ ഇപ്പോഴും റിമൂവ് ചെയ്യാത്ത കുറച്ചധികം കാര്യങ്ങളുണ്ട്. നേരെ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ ജനറൽ എടുത്ത് നേരെ താഴത്തേക്ക് സ്ക്രോൾ ഓൺ ചെയ്ത് ട്രാൻസ്ഫർ ഓർ റീസെറ്റ് ഐഫോൺ എന്ന ഓപ്ഷൻ എടുക്കാം. അവിടെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും പുതിയ ആ ഒരു ഓപ്ഷൻ ട്രാൻസ്ഫർ ടു ആൻഡ്രോയിഡ് എന്ന ഓപ്ഷൻ ഇപ്പോഴും ആപ്പിൾ മാറ്റിയിട്ടില്ല. മേ ബി ആപ്പിളും ഗൂഗിളും തമ്മിലുള്ള ആ ഒരു മൾട്ടി ഇയർ കൊളാബറേഷൻ ആയതുകൊണ്ട് അളിയ നമ്മുടെ ഈ പറയുന്ന ഡിവൈസിലേക്കും പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നായിരിക്കും ഈ പറഞ്ഞ ട്രാൻസ്ഫർ ടു ആൻഡ്രോയിഡും അതോടൊപ്പം പിക്സലിലേക്ക് എയർ ഡ്രോപ്പിൻ്റെ ഓപ്ഷനും ആപ്പിൾ മാറ്റാത്ത ഈ രണ്ട് കാര്യങ്ങളും ആപ്പിളിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു വിയർഡ് ആയിട്ടുള്ള ചേഞ്ച് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ആൻഡ്രോയിഡിലേക്ക് മാറുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ടു ആൻഡ്രോയിഡ് എന്ന ഓപ്ഷൻ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം അടുത്ത വന്ന മാറ്റമാണ് നോട്ടിഫിക്കേഷൻ ഫോർവേഡിംഗ് എന്ന് പറയുന്നത്. നേരെ സെറ്റിങ്സ് എടുത്ത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാം. നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ ഇവിടെ കഴിഞ്ഞ കുറച്ച് അപ്ഡേറ്റ്സിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഫോർവേഡിംഗ് എന്നൊരു ഓപ്ഷൻ കാണിക്കുമായിരുന്നു. അതായത് തേർഡ് പാർട്ടി വെയറബിൾസ് ഇല്ലേ, നമ്മുടെ സാംസങ് വാച്ച്, ഗൂഗിൾ വാച്ച് എന്നിങ്ങനെയുള്ള തേർഡ് പാർട്ടി വെയറബിൾസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഡയറക്റ്റായിട്ട് ഫോർവേഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നായിരുന്നു. പിന്നീട് ആപ്പിൾ ഇത് റിമൂവ് ചെയ്തു. മേ ബി അത് EU സ്റ്റേറ്റ്സിൽ മാത്രമായിട്ട് കൊണ്ടുവരും എന്നിങ്ങനെ പറഞ്ഞേക്കുന്നുണ്ട്. കാരണം യൂറോപ്യൻ യൂണിയൻ നമുക്കറിയാവുന്ന പോലെ ചില കാര്യങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസ് അവിടെ എൻഫോഴ്സ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയനിലെ യൂസേഴ്സിന് മാത്രമായിരിക്കും മേ ബി ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ഫോർവേഡിംഗ് ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റിൽ എയർടാഗ് സെക്കൻഡ് ജനറേഷൻ്റെ കണക്ടിവിറ്റിയോ ബാക്കി ഒരു കാര്യവും ആപ്പിൾ മെൻഷൻ ചെയ്തിട്ടില്ല. iOS 26.2.1-ൽ ആപ്പിൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തു എയർടാഗ് സെക്കൻഡ് ജനറേഷൻ്റെ ആ ഒരു കണക്ടിവിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളും ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് അതിനെപ്പറ്റി പറയാത്തത് കൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് അതിന് സപ്പോർട്ടഡ് ആണോ അല്ലയോ എന്ന് ഒരു ഡൗട്ട് വരുന്നത്. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എയർടാഗ് സെക്കൻഡ് ജനറേഷനായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. മേ ബി
വരുന്ന അപ്ഡേറ്റ്സിൽ ഈ പറഞ്ഞ എയർ ടാഗിൻ്റെ ആ ഒരു കണക്ടിവിറ്റിയും കൂടെ ആപ്പിൾ ഇംപ്രൂവ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് വന്നോ ഇല്ലയോ എന്ന് പോലും ടെസ്റ്റ് ചെയ്യാനുള്ള ഈ ഒരു ഡിവൈസ് ഇപ്പോൾ മാർക്കറ്റിൽ ലോഞ്ച് ആയിട്ടില്ല. അത് ലോഞ്ച് ആയാലാണ് ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ ഹിഡൻ ആയിട്ട് ആ ഒരു എയർ ടാഗിൻ്റെ ഓപ്ഷനും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കൊരു ക്ലിയർ പിക്ചർ ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റിൽ വന്ന ബഗ്ഗുകൾ എന്തൊക്കെ നോക്കാം. ഒന്നാമത്തെ ബഗ്ഗാണ് വാൾപേപ്പർ ഡിമ്മിങ് ബഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഹോം സ്ക്രീനിൽ നിന്ന് ലോക്ക് സ്ക്രീനിലേക്ക് പോകുമ്പോൾ വാൾപേപ്പർ ഡിം ആവുന്ന അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആവുന്ന പോലെ കുറേയധികം ആൾക്കാർ റിപ്പോർട്ട് ചെയ്തായിരുന്നു. പക്ഷേ ഇത്രയും നേരം ഞാൻ യൂസ് ചെയ്തിട്ടും ആ ഒരു വാൾപേപ്പർ ബഗ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പേഴ്സണലി ഒരേ ഒരു വട്ടമാണ് വാൾപേപ്പർ ഡിമ്മിങ് ബഗ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം യാതൊരു അപ്ഡേറ്റിലും വാൾപേപ്പറിൻ്റെ യാതൊരു ഇഷ്യൂസും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതോടൊപ്പം ഇതേപോലെ ക്യൂറേറ്റ് ആയിട്ടുള്ള എല്ലാ വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എവിക്കയുടെ കമ്മ്യൂണിറ്റിയിൽ ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി. എല്ലാ വീഡിയോസിനും ശേഷമുള്ള ക്യൂറേറ്റഡ് വാൾപേപ്പേഴ്സും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ജോയിൻ ചെയ്യാൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അടുത്ത ഒരു മേജർ ബഗ്ഗായിരുന്നു കീബോർഡിൽ ഒരു ബഗ് എന്ന് പറയുന്നത്. നേരെ നമുക്ക് കീബോർഡ് ആക്സസ് ചെയ്യാം. ഈ ഒരു കീബോർഡ് ആക്സസ് ചെയ്യുമ്പോൾ കുറേ പേർക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ടൈപ്പ് ആകുന്നില്ല. അതോടൊപ്പം നമ്മൾ ഞെക്കുന്ന കീസ് കറക്റ്റായിട്ട് പ്രോംപ്റ്റ് ആവുന്നില്ല. അങ്ങനെ കുറേ കംപ്ലയിൻറ്റ്സ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കീബോർഡിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. കണ്ടോ, ടൈപ്പ് ചെയ്യുമ്പോൾ ചെറിയ ഒരു സ്ലോ ആണ്, എന്നാലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ iOS 26 iPhone 11 റൺ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ആ ഒരു ചെറിയ സ്റ്റട്ടറിങ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. ഡിവൈസിൻ്റെ ഏജ് നോക്കണം, ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള OS ആണ് നോക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ പറയുന്ന പെർഫോമൻസിലും ഹിക്കപ്സിലും നമുക്ക് ജസ്റ്റ് ബ്രീഫ് ചെയ്യേണ്ട വരും. അടുത്ത വരുന്ന ബഗ്ഗാണ് കാർപ്ലേയിലെ ബഗ് എന്ന് പറയുന്നത്. കുറേയധികം യൂസേഴ്സിന് കാർപ്ലേ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്ട് ആവുന്നു. അതോടൊപ്പം മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല എന്നിങ്ങനെ കുറേയധികം ബഗ്ഗുകളും പറയുന്നുണ്ട്. പേഴ്സണലി എനിക്കും കാർപ്ലേയിൽ ചില സമയത്ത് ബഗ്ഗുകൾ വരാറുണ്ട്. ഒന്നാമത് കാർപ്ലേയിട്ട് കണക്ട് ആവാത്ത ഒരു പ്രശ്നം, വയർലെസ്ലി പോലും കണക്ട് ആവാത്ത പ്രശ്നങ്ങൾ ചില സമയത്ത് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എയർപോർട്സ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ബേറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു എയർപോർട്ട് വർക്ക് ചെയ്യും, സെക്കൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ ലെഫ്റ്റോ റൈറ്റോ ഇയർപോർട്ട് ചിലപ്പോൾ യൂസ് ആവില്ല അല്ലെങ്കിൽ വർക്ക് ആവില്ല. അങ്ങനെ ഒരു ബഗ്ഗും ഈ പറയുന്ന ആപ്പിൾ മ്യൂസിക്കിൻ്റെ ആണോ അല്ലെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ ആണോ എന്നറിയില്ല, ആ ഒരു കണക്റ്റീവ് ഇഷ്യൂ എയർപോർട്സിലും കാർപ്ലേയിലും എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തത് ഇനി എന്നാണ് ഒഫീഷ്യൽ അപ്ഡേഷനും ബാക്കി കാര്യങ്ങളും വരാൻ പോകുന്നത് നോക്കാം. iOS 26.3 പുതിയ ബീറ്റ വരാൻ പോകുന്നത് മിക്കവാറും ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആയിരിക്കും. ആൻഡ് ഒഫീഷ്യൽ അപ്ഡേഷൻ സെക്കൻഡ് വീക്കിലാവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അതിനുശേഷമാണ് തേർഡ് വീക്ക്. പക്ഷെ തേർഡ് വീക്കിൽ ആഷ് വെഡ്നെസ്ഡേയും ബാക്കി കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആപ്പിളിൻ്റെ സ്റ്റോറും ബാക്കി കാര്യങ്ങളും ക്ലോസ്ഡ് ആണെങ്കിൽ മേ ബി തേർഡ് വീക്ക് ഓഫ് ഫെബ്രുവരി നമുക്ക് അപ്ഡേറ്റ് ലഭിക്കാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ ഉണ്ടെങ്കിൽ തേർഡ് വീക്ക് ഓഫ് ഫെബ്രുവരി ആയിരിക്കും നമുക്ക് iOS 26.4 ഫസ്റ്റ് ബീറ്റ ലഭിക്കാനുള്ള ചാൻസ്. ആ ഒരു ഫസ്റ്റ് ബീറ്റിലാണ് ഗൂഗിളിലെ ജെമിനി പവർ ചെയ്യുന്ന പുതിയ സിറി 2.0 നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും വരുന്ന മാർച്ച് ഓർ ഏപ്രിൽ iOS 26.4 എന്ന് പറഞ്ഞാൽ പുതിയ ഹ്യൂജ് ആൻഡ് മാസീവ് ആയിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ ഒരു അപ്ഡേറ്റ് ഇനി ആർക്കൊക്കെ ചെയ്യാം, ആരൊക്കെ ചെയ്യാതിരിക്കണം എന്ന് ചോദിച്ചാൽ ഇതൊരു സെക്കൻഡറി ഡിവൈസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സോഫ്റ്റ്വെയർ ബേറ്റാസ് റൺ ചെയ്യാം. പക്ഷേ പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസിലും ബേറ്റ ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നിങ്ങളുടെ പ്രൈമറി ഫോണിൽ എന്തെങ്കിലും ബേറ്റ ഉപയോഗിച്ച് പറ്റുന്ന പ്രശ്നങ്ങൾ അത് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യേണ്ടി വരും. ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ് സോഫ്റ്റ്വെയർ വഴിയൊക്കെ വരുന്ന അപ്ഡേറ്റ് നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് ആപ്പിളിൻ്റെ ഈ പറഞ്ഞ സർവീസ് വാങ്ങിച്ചെടുക്കാൻ പറ്റും. എക്സെപ്റ്റ് സോഫ്റ്റ്വെയർ ബേറ്റ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് യാതൊരു ഇളവും ലഭിക്കാനുള്ള ചാൻസ് ഇല്ല. സോ സെക്കൻഡറി ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. പ്രൈമറി ഫോണിൽ യാതൊരു കാരണവശാലും ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് എൻ്റെ റെക്കമെൻഡേഷൻ. ആൻഡ് പെർഫോമൻസ് നോക്കുമ്പോൾ എനിക്ക് സ്മൂത്ത് ആയിട്ടാണ് ഇത്രയും നേരം ആസ് ഓഫ് നൗ ഫീൽ ചെയ്യുന്നത്. ആപ്പ് ലൈബ്രറി എടുക്കാം, ജസ്റ്റ് സ്ക്രോൾ ചെയ്യാം. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും സ്ക്രോളിങ്ങും അത്യാവശ്യം സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. ഇത് പ്രൊമോഷൻ അല്ല, എന്നാൽ പോലും സ്മൂത്ത് ആയിട്ട് ഈ ഒരു iOS 26.3 ഈ ഒരു വേർഷൻ iPhone 11 വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ബാറ്ററിയുടെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട് എൻ്റെ ഈ ഡിവൈസിലെ ബാറ്ററി അത്യാവശ്യം മോശമാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും രാവിലെ 8:26 ഞാൻ 100% ആക്കിയത്. ഇപ്പോഴും 64% ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ട്. കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് 7% യൂസ് ചെയ്യുന്നുള്ളൂ, ഫേസ് ടൈം 5%, ടെലിഗ്രാം 4% എന്നിങ്ങുള്ള രീതിയാണ് എൻ്റെ ബാറ്ററി കൺസപ്ഷൻ സെക്കൻഡറി ഫോണായ ഈ ഒരു ഡിവൈസിൽ നിന്ന് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് തേർമൽ ഇഷ്യൂസ് പറയുകയാണെങ്കിൽ ഇത്രയും നേരവും എനിക്ക് ഈ അപ്ഡേറ്റിന് ശേഷം
തേർമൽ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫ്സ് എടുക്കുമ്പോഴും ഗെയിം കളിക്കുമ്പോഴും ഡിവൈസ് ചൂടാവുന്നത് നോർമലാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഫോട്ടോസ് നോക്കുക, ഈ പറഞ്ഞ യൂട്യൂബിൽ വീഡിയോ കാണുക, പാട്ട് കേൾക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഡിവൈസ് അബ്നോർമലായിട്ട് ചൂടാവുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. എന്തായാലും ഒരു സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന ഒരു ടെക്നിക്കൽ ആളുടെ അടുത്തോ ഈ പറയുന്ന കാര്യങ്ങൾ കാണിക്കണം. കാരണം നിങ്ങളുടെ ഡിവൈസിൻ്റെ ബാറ്ററിയാണ്. ആ ഒരു കാര്യം നിങ്ങൾക്ക് എന്തായാലും നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 26.3ൻ്റെ ബീറ്റ 3 പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതോടൊപ്പം ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും കോണ്ടന്റ്സും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഈസ് Evin Xavier signing from Evica.